പൊന്മള പഞ്ചായത്തിലെ മണ്ണഴി AUP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷ പരിപാടികൾക്ക് ഫെബ്രുവരി 2-ന് തുടക്കമാവും. പൊതുസമ്മേളനം, സ്നേഹസംഗമം എന്നിവ നടക്കും. പൊന്മള പഞ്ചായത്തിലെ മണ്ണഴി AUP സ്കൂൾ സ്ഥാപിതമായി 100 വർഷം പിന്നിടുകയാണ്. 1925 ജൂൺ 1-നാണ് വിദ്യാലയം ആരംഭിക്കുന്നത്. 77 കുട്ടികളും 3 അധ്യാപകരുമായിരുന്നു സ്കൂളിലെ തുടക്കക്കാർ. 2015 വിദ്യാലയത്തിന്റെ നവതി ആഘോഷവും വർണ്ണാഭമായി സംഘടിപ്പിച്ചിരുന്നു. ഒരു നാടിന് അക്ഷര വെളിച്ചം തെളിച്ച വിദ്യാലയത്തിന്റെ 100ാം വാർഷികം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെയാണ് സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 2-ന് നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തോടെയാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമാവുക. രാവിലെ 10-ന് പൊതുസമ്മേളനം നടക്കും. വിവിധ മേഖലയിലുള്ളവർ പരിപാടിയിൽ ഭാഗമാവും. 100 വർഷം പൂർത്തീകരിച്ച മണ്ണഴി AUP സ്കൂളിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വിളിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാകെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഗാ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഫെബ്രുവരി മാസം 2-ാം തീയതി നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. വിവിധ ഘട്ടങ്ങളിലായിക്കൊണ്ട് 52-ലും അതുപോലെ തന്നെ 53-ലും 57-ലും ആയിക്കൊണ്ട് 2 ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് ഈ സ്ഥാപനം അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുള്ളത്. ഈ സ്ഥാപനത്തിൻ്റെ നിലവിലുള്ള 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് ഇതിനകം തന്നെ ഇവിടെ വിദ്യാഭ്യസിച്ചുകൊണ്ട് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇന്ന് വിവിധ തലങ്ങളിൽ ഏറ്റവും നല്ല കൃഷിക്കാരായി, കർഷക തൊഴിലാളികളായി, മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളായി, അധ്യാപകരായി, വ്യവസായ തൊഴിലാളികളായി, മറ്റു വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള ആളുകളെ ആകെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ 100 വർഷം പിന്നിടുന്ന ഈ കാലയളവിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് സംഘടിപ്പിക്കുന്നത്. ആ കൂട്ടായ്മയിൽ ഇവിടുത്തെ പ്രദേശത്തെ മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മ എല്ലാവർക്കും എക്കാലത്തും സ്മരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു കൂട്ടായ്മയാക്കിക്കൊണ്ട് മാറ്റണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ നാട്ടിലെ മുഴുവൻ ഈ പഠിക്കുന്ന ആളുകളും ഇവിടുത്തെ വിദ്യാർത്ഥികളും നാട്ടുകാരും ഈ കൂട്ടായ്മയിൽ രാവിലെ മുതൽ ഇത് സമാപിക്കുന്നവരുണ്ടായിരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരുടെയും സഹായ സഹകരണവും ഇതോടുമായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം സംഘടിപ്പിക്കുന്ന സ്നേഹസംഗമത്തിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാനായി ഗൂഗിൾ ഫോമും ഭാരവാഹികൾ തയ്യാറാക്കിയിട്ടുണ്ട്. 1925 രൂപീകൃതമായ AUP സ്കൂൾ മണ്ണഴി ഇന്ന് 2025 100 വർഷം തികയാണ്. അപ്പോൾ ഈ പരിപാടി നമ്മൾ നടത്തുന്ന ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഈ കൂട്ടായ്മയിലേക്ക് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും ക്ഷണിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഓരോരുത്തരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് വിനീതമായി ആവശ്യപ്പെടുന്നു. ഈ കൂട്ടായ്മയിൽ ഏകദേശം 10,000-ന് മുകളിലുള്ള ആളുകളുണ്ടെന്നാണ് നമ്മൾ ഏകദേശം കണക്ക്. അതിലും പിന്നെ മൊത്തം 10,000-ൽ കൂടുതൽ ആളുകൾ പിന്നെ ഇവിടുന്ന് പഠിച്ചു പോയിട്ടുണ്ടെങ്കിലും അതിൽ കുറേ ആളുകൾ മരണപ്പെട്ടു. എന്നാലും ഏകദേശം ഒരു 8,000-ന് മുകളിൽ ഉണ്ടാവും എന്നുള്ളൊരു കണക്കാണുള്ളത്. ഞങ്ങൾ പല ഗ്രൂപ്പുകളിലായിട്ടും ഇതുപോലുള്ള ചാനലുകളിലൊക്കെ വിവരം അറിയിച്ച് കൊണ്ട് പരമാവധി ആളുകളെ, ഇത്ര ആളുകളുണ്ടെങ്കിലും കുറേ ആളുകൾ കല്യാണം കഴിച്ച് പോയവരുണ്ടാവും, കുറേ ആളുകൾ വിദേശത്താവും, കുറേ ആളുകൾ പിന്നെ നാട്ടിലൊന്നും ഇല്ലാത്തവരാവും. എങ്കിലും നാട്ടിലുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പരമാവധി ആളുകളെ ക്ഷണിക്കുന്നുണ്ട്. എത്ര ആളുകൾ വരികയാണെങ്കിലും അവർ ഉൾക്കൊള്ളാനുള്ളൊരു സംവിധാനം ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അതായത് ഈ മാസം അടുത്ത മാസം 2-ാം തീയതിയാണ് ഞങ്ങൾ ഈ ഫസ്റ്റിലായിട്ട് ഉദ്ദേശിക്കുന്നത്, ആദ്യമായിട്ടുള്ള ഈ സംഗമം ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം 1 വർഷത്തെ പ്രോഗ്രാമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പല ഘട്ടങ്ങളിലായിട്ട് പല കാര്യങ്ങളും പല കൂട്ടായ്മകളായിട്ട് 1 വർഷത്തെ ഒരു പരിപാടിയായിട്ടാണ് സംഘാടക സമിതി ഉദ്ദേശിച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയ ഉണ്ട്, അല്ലാതെ ഇവിടെ ഞങ്ങൾ പിന്നെ ഇതിൻ്റെ പ്രാഥമിക യോഗങ്ങൾ വിളിച്ചിരുന്നു. അങ്ങനെ അവരുമായിട്ട് നേരിട്ട് ഫോൺ ചെയ്തിട്ടും സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള പിന്നെ ബന്ധപ്പെടൽ നടന്നിട്ടുണ്ട്. കടക്കാടൻ ഷൗക്കത്ത്, VM ബാലചന്ദ്രൻ, CK വാസുദേവൻ, താമരശ്ശേരി മൂസ, K മോഹൻ, K നാരായണൻകുട്ടി, K ശിവശങ്കരൻ, ഇക്ബാൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അവരവരുടെ കുട്ടിക്കാലത്തിൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് മനസ്സിലാണെങ്കിൽ എല്ലാവരും സന്തോഷത്തോട് കൂടി പിരിയണം തന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ 90-ൻ്റെ ശേഷം തന്നെ 94 വയസ്സുള്ള ശേഷം എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ തലമുറയിൽപ്പെട്ട കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ കൊണ്ടൊന്ന് ആദരിച്ച് സന്തോഷം പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരു 6-7 വാർഡുകളുടെ വാർഡുകളിൽ പഠിച്ച കുട്ടികൾ ഇപ്പോഴും ജീവിച്ചപ്പോൾ പുതിയ തലമുറയും പഴയ തലമുറയ്ക്കൊന്ന് ബന്ധം സ്ഥാപിച്ച് കൂടി പിരിഞ്ഞ് ചായയൊക്കെ കുടിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളൊക്കെ അതിൽ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ പങ്കെടുക്കുക, എല്ലാവരും ഇതിൽ പങ്കെടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.